ഹലോ, എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ മുതൽ തുടങ്ങുന്ന മഴ രാത്രിയായാലും തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഒത്തിരി എന്താ പറയുക, ഒത്തിരി നാളത്തെ ആഗ്രഹം, അതല്ലെങ്കിൽ ഒത്തിരി നാളത്തെ കഷ്ടപ്പാട്, അതിനൊക്കെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ എന്താ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എൻ്റെ ലൈഫിൽ ഒരു പ്രൗഡ് മൊമെൻറ്റിലോട്ടാണ് നിങ്ങളെല്ലാം ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ആൻഡ് എനിക്കറിയാം കുറച്ച് പേർക്കൊക്കെ അറിയാം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തു വെച്ചത് എൻ്റെ യൂണിഫോമാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ലൈവ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എന്താ പറയുക, എൻറോൾ ആവാൻ പോവാണ് കേരള ഹൈക്കോർട്ടിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് ഞാൻ നമ്മുടെ എന്താ പറയുക, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത പാറ്റേൺ കാണിക്കാം കേട്ടോ. ഇത് കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. ഒരു ഹാഫ് ഇങ്ങനെ എന്താ പറയുക, മടങ്ങിയിരിക്കുന്ന പോലെ ചെറിയൊരു കോളറൊക്കെ വെച്ചിട്ട് ഫുൾ സ്ലീവിൽ ചെറിയ ബോൾസൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അറ്റത്ത് കൈയുടെ സ്ലീവിൻ്റെ എൻഡിൽ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് പ്യുവർ വൈറ്റ് സാരിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ചൂടൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈക്ര അങ്ങ് ഒഴിവാക്കിയിട്ട് അത്യാവശ്യം ബനിയൻ ടൈപ്പിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക അണ്ടർ സ്കേർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു ലൈക്രയുടെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഫീൽ കംഫർട്ടബിൾ. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളും ഇതിൻ്റെ ടൈപ്പ് ഒന്ന് വാങ്ങി നോക്കട്ടോ. ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മുടെ ബാൻഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം മറക്കാതെ എടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷനിൽ ഞാൻ ഇതൊക്കെ തന്നെ ജസ്റ്റ് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നതാണ് കേട്ടോ. എന്നോട് ലൈവൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ആടേലെ വ്ളോഗ് ചെയ്യണേ, ഒന്ന് കാണിക്കണേ, അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് എടുക്കാനും എന്നുള്ളൊരു ഹാപ്പിനെസ്സിലല്ലായിരുന്നു ഞാൻ. കാരണം ആ മൊമെൻറ്റ് കൂടുതൽ ചെറിഷ് ചെയ്യാന്നുള്ളതായിരുന്നല്ലോ. അപ്പം ഞാൻ ഈ ഫോണൊക്കെ എടുത്ത് അതിൻ്റെ പുറകെ നടന്നെങ്കിൽ അത് എന്നോട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അത് എത്തിക്കണം. എനിക്കറിയാം ഓൾസോ LLB ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. എൻ്റെ ലൈവിലൊക്കെ വരാറുണ്ട്. ഐ തിങ്ക് കുറച്ചൊരു 3-4 പേരുണ്ടെന്ന് തോന്നുന്നു, ബോയ്സൊക്കെ ആയിട്ട്. ആൻഡ് സോ നമ്മൾ പാക്കിംഗ് സെക്ഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനന്ദുവിൻ്റെ ഡ്രസ്സസും ഞാൻ എടുത്തു വെച്ചു. എൻ്റെ ആനന്ദു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര ചൂട് ആകുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിൽ നിന്നൊക്കെ ഇച്ചിരി ഓയിൽ വരുന്ന പോലെ തോന്നും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കര ഡ്രൈ ആവുന്നതാണ്. അപ്പം ഞാനൊരു മൈൽഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ എടുത്ത് വെച്ചു. ഇപ്പം കുറച്ച് വിൻ്റർ സീസൺ, കുറച്ച് തണുപ്പൊക്കെ ആണല്ലോ, അതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങൾ സാരിയാണ് വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സേഫ്റ്റി പിൻ ഉറപ്പായിട്ട് എടുത്ത് വെക്കുക. മുടി പുട്ടപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പിൻസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ അല്ലേടാ, ഇത്രയും നാളത്തെ കഷ്ടപ്പാട്, അതായത് 5 വർഷത്തെ കഷ്ടപ്പാട്. എനിക്കാണെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ എന്താ പറയുക എഫേർട്ട് എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഒന്നിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലാ സാധനങ്ങളും എനിക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തു. ലൈക്ക് എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ഒരു 2 ചപ്പൽസ് വരെ ഞാൻ എടുത്തു. ഒരു ഷൂ ടൈപ്പും ഒരു കാഷ്വൽ ഫ്ലാറ്റൊക്കെ ഞാൻ എടുത്തായിരുന്നു. ഒന്നും നമുക്ക് കുറയ്ക്കണ്ടല്ലോ. ഞാൻ വാച്ച് ഇടുന്നുണ്ടെന്ന് പോലും ഞാൻ പ്ലാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഒരു സ്മാർട്ട് വാച്ചും അല്ലാതെ ഒരു കാഷ്വൽ വാച്ചും എടുത്തു വെച്ചു. പക്ഷേ എനിക്ക് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് വാച്ച് വേണം എന്ന് അന്നേരം തോന്നിയില്ല. വാച്ച് ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തു. പിന്നെ എനിക്ക് മഴയത്ത് ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, നമ്മൾ നല്ല നീറ്റായിട്ടൊക്കെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്തായിരിക്കുമല്ലോ ഡ്രസ്സൊക്കെ അഴുക്കാവുന്നത്. അതൊഴിച്ച് എനിക്ക് ബാക്കി നമ്മൾ ഒന്നെങ്കിൽ മഴ നനയാൻ വേണ്ടിയിട്ടങ്ങ് ഇറങ്ങണം, അതാണെങ്കിൽ ഓക്കെ, ഇഷ്ടമായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ തയ്യാറെടുപ്പുകളൊന്നുമില്ല. ഡ്രസ്സസൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. ഞാനൊന്ന് കുളിച്ചു, ഫ്രഷായി, ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തു, വണ്ടിയിൽ കയറി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. അഡോണിസ് അവിടെ കുറുമ്പൊക്കെ കാണിച്ചിരിപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക,
ഈ ഇപ്പം നമ്മൾ പോകുന്നത് ഫസ്റ്റ് പോകുന്നത് നേരെ നമ്മൾ റൂമിലോട്ടാണ്. അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് 2 റൂംസ് നമ്മൾ നേരത്തെ കുറച്ച് ദിവസം മുന്നേ ബുക്ക് ചെയ്തു. കാരണം ഈ എൻറോൾമെൻറ്റ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് റൂംസൊക്കെ കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഇനി ഉള്ളവരാണെങ്കിലും അടുത്ത്, അതായത് ഏറ്റവും നിയർലി ഞങ്ങളൊരു 6 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഹൈക്കോർട്ടിലോട്ട്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, എളുപ്പമായിരുന്നു. സോ നിങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്റ്റേ ചെയ്തത് റീച്ച് ഹോട്ടലിലാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇങ്ങനെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക്കും കാര്യങ്ങളോ അതല്ലെങ്കിൽ കുറച്ചായിട്ട് വെള്ളക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, മീൻസ് വെള്ളമൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ആരെങ്കിലും LLB ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇനി എൻറോൾ ആവാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എടാ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോ കേട്ടോ. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, ആർ യു എക്സൈറ്റഡ് എന്നുള്ള കാര്യം. എന്താ പറയുക, എക്സൈറ്റഡ് അല്ല. എനിക്ക് തോന്നിയത് ഞാൻ എന്താ പറയുക, എൻ്റെ മാക്സിമം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാക്സിമം അതിലെനിക്ക് ഒരു തരി പോലും എനിക്കൊരു എന്താ പറയുക, ഒരു ഇപ്പോൾ ഈ പറയുമ്പോൾ പോലും ഐ തിങ്ക് എൻ്റെ സൗണ്ട് ഒന്ന് പതറുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്തത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ പോകുന്നതും ഇത് സ്വപ്നം കണ്ടാണ് എനിക്ക് തോന്നുന്നു, ഈ ഒരു ഡേ സ്വപ്നം കണ്ടാണ് LLB പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒന്ന് എൻറോൾ ആകുന്ന ഒരു മൊമെൻറ്റ് അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടത്തിൽ എന്നെക്കാട്ടിലും ആ മൊമെൻറ്റ് എൻജോയ് ചെയ്ത ആൾക്കാരെ എൻ്റെ ഫാമിലിയാണെന്ന് തോന്നുന്നു. ബിക്കോസ് അമ്മയൊക്കെ എനിക്ക് അറിയില്ല, ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു അത്. അഡോണിസ് പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് അതിൽ ആര് കയറി കഴിഞ്ഞാലും അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ് നമ്മൾ മറ്റേ മാരുതി സുസുക്കി എന്നൊക്കെ പറഞ്ഞ് അവരൊരു ഇൻട്രൊഡക്ഷൻ തരുമല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഗൈഡിങ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ പുള്ളിക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, ഇവിടാണ് ഇതിൻ്റെ എയർ ബാഗ്, അവിടാണ് അതിൻ്റെ എയർ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ റോഡിലൊന്നും ദൈവം സഹായിച്ച് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രോപ്പർ പോകുന്ന വഴി തന്നെ പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ ലഞ്ച് കഴിച്ചിട്ട് അങ്ങ് പോകാം, കാരണം ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കുറവുണ്ടെന്നുള്ളത് വിചാരിച്ചു. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നും കഴിക്കാൻ തോന്നിയില്ല, കാരണം മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഇച്ചിരി ചൂടോടെ ചോറും നല്ല കറികളൊക്കെ കൂട്ടിയിട്ട് ഒരു ഊണ് കഴിക്കാനാണ് തോന്നിയത്. എൻ്റെ ചേച്ചി അമ്മയൊക്കെ വേറെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. നല്ല ഊണായിരുന്നു കേട്ടോ. അത്യാവശ്യം നാടൻ സ്റ്റൈലിലുള്ള ഒരു ഥാലി പോലെ നമ്മൾ കഴിക്കില്ല, അങ്ങനെ ഒരു നോർമൽ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പ്രോൺസ് റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, അതുപോലെ തന്നെ കൂന്തൽ, പിന്നെ ഒരു അയല ഫ്രൈ. ചേച്ചി വാങ്ങിയത് എന്താ, എനിക്ക് തോന്നുന്നു അവൾ വാങ്ങിച്ചത് മിക്സഡ് ഫ്രൈഡ് റൈസും ആൻഡ് ബട്ടർ ചിക്കനുമാണ്. ഇത് നല്ലതായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര നല്ലതായിട്ട് കുരുമുളകൊക്കെ ഇട്ട് നല്ല എന്താ പറയുക, നല്ല യമ്മിയായിരുന്നു. എനിക്ക് അയല ഫ്രൈ ഒന്നും അധികം ഇഷ്ടപ്പെട്ടില്ല. അത് അനന്ത് വാങ്ങിച്ചതാണ്. ഞാനാണ് കൂന്തൽ വാങ്ങിച്ചത്. എനിക്ക് കൂന്തൽ ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി കഴിക്കാൻ. അതെ, ചേച്ചി വാങ്ങിച്ചത് ഇത് തന്നെയായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിച്ചു വയറൊക്കെ നിറച്ചിട്ട് ഇനി അങ്ങോട്ട് യാത്ര തിരിക്കാം എന്നുള്ള ഒരിതായിരുന്നു. എനിക്ക് എന്തായാലും എൻ്റെ മനസ്സിൽ മൊത്തം പെട്ടെന്നൊന്ന് എന്താ പറയുക, പരിപാടീസൊക്കെ ഒന്ന് കഴിഞ്ഞെല്ലാം ഒന്ന് ഓക്കെ ആയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു എന്താ പറയുക മൈൻഡ് സെറ്റായിരുന്നു എനിക്ക്. പക്ഷേ എന്നാലും ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അതൊക്കെ മാറ്റി വെക്കുമല്ലോ, എന്നൊക്കെ ടെൻഷനും എന്നൊക്കെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടെന്ന് പറഞ്ഞാലും. അപ്പോൾ എന്തായാലും നല്ല ഫുഡായിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, കാരണം അനന്ത് സജസ്റ്റ് ചെയ്തിട്ട്, അനന്തുവിന് കോട്ടയം പാല ആ സൈഡ് ഫുള്ള് ഫുഡ് സ്പോട്ട് എല്ലാം അറിയാം. അപ്പോൾ നല്ല എവിടെയെങ്കിലും നല്ല ഊണ് വേണമെന്ന് പറയുമ്പം അവിടെ കൊണ്ടുപോകും, അതല്ല നല്ല സ്പൈസി ആയിട്ട് എവിടെ നിന്നെങ്കിലും കഴിക്കണമെങ്കിൽ അവിടെ കൊണ്ടുപോകും. അങ്ങനെയാണ് പുള്ളിക്കാരൻ. അപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ കൊച്ചി, എറണാകുളം അവിടെയൊക്കെ റീച്ചായി. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ക്ലിപ്പ് സെലക്ട് ചെയ്തപ്പം ഇത് ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് എനിക്ക് തോന്നി. സോ ഐ തിങ്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ട് സെക്കൻഡ് പാർട്ടിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. താങ്ക്സ് ഫോർ വാച്ചിങ്.